പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വചനഭാഗത്ത് ആകുല ചിന്ത ആവശ്യമില്ല എന്ന് ആകുല ചിന്തയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും വിധത്തിലുള്ള ആകുല ചിന്ത നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ആകുല ചിന്ത കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റുമോ? ഒന്നും പറ്റുകയില്ല. മക്കളെക്കുറിച്ച് ആകുലതയുള്ളവർ, കുടുംബത്തെക്കുറിച്ച് ആകുലതയുള്ളവർ, നാളെ എങ്ങനെ ജീവിക്കും, എങ്ങനെ പ്രവർത്തിക്കും, എങ്ങനെ പോകും എന്നതിനെക്കുറിച്ചുള്ള ആകുല ചിന്തയുള്ളവർ. ഇവിടെ തിരുവചന പ്രകാരം നമ്മളൊന്ന് ചിന്തിച്ചാലോ? മത്തായി സുവിശേഷം 6:25, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനെക്കുറിച്ചോ എന്തു ഉടുക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ വിചാരപ്പെടരുത്. കണ്ടോ? തിന്നുന്നതിനെ കുറിച്ചും വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ചും വിചാരപ്പെടേണ്ട. ആഹാരത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലോ. ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിലയേറിയവരല്ലയോ? നമ്മൾ വിലയുള്ളവരാ പ്രിയമുള്ളവരെ. നമ്മെ വിലയ്ക്ക് വാങ്ങിയ കർത്താവായി പറയുന്നതെന്ന് ഓർക്കണം. വിലയില്ലാത്ത ഒരാളല്ല ഞാൻ. നമുക്ക് നമ്മുടെ നാട്ടിൽ വില കാണിയലായിരിക്കും, നമ്മുടെ വീട്ടിൽ വില കാണിയലായിരിക്കും, നമ്മുടെ സമൂഹത്തിലൊന്നും നമുക്ക് വിലയില്ലായിരിക്കും. എന്നാൽ വില തരുന്ന അല്ലെങ്കിൽ വിലയുള്ളവനായ ദൈവത്തിന്റെ കൂടെ നിനക്കൊന്ന് ജീവിക്കാമോ? നമുക്ക് വിലയുണ്ട്. നമ്മുടെ ഒരു പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. നമ്മുടെ ഒരു കൂട്ടായ്മയ്ക്ക് വിലയുണ്ട്. നമ്മുടെ ഒരു പ്രവർത്തനത്തിന് വിലയുണ്ട്. വിലയുള്ളവരാണെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയുന്നേ. നമ്മൾ വിലയില്ലാത്തവരല്ല. വിചാരപ്പെടുന്നതിനാൽ തന്റെ ആയുസ് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്കും കഴിയില്ല. വീണ്ടും പറയുക, വിചാരപ്പെടുന്നത് കൊണ്ട് എന്താണ്? ആയുഷിന്റെ ഒരു ദൈർഘ്യം കൂട്ടാൻ പറ്റിയല്ല. ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നോക്കുവിൻ, അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നുമില്ല. ഇവിടെ അധ്വാനിക്കേണ്ട, നൂൽ നൂൽക്കേണ്ട എന്നല്ല കർത്താവ് നമ്മോട് പറയുന്നത്. ഈ അധ്വാനിക്കുന്നവരും നൂൽ നൂൽക്കുന്നവരും വിചാരപ്പെടരുത് എന്നാണ് കർത്താവ് പറയുന്നത്. ഞാൻ അവയെ എത്ര മനോഹരമായിട്ടാണ് ഞാൻ അവയെ തീറ്റിപ്പോറ്റുന്നത്. അവയേക്കാൾ എത്രയോ ശ്രേഷ്ഠരായ മക്കളാ നിങ്ങൾ. അവരെ ഞാൻ അങ്ങനെ നോക്കിയെങ്കിൽ നിങ്ങളെ എങ്ങനെ ഞാൻ നോക്കുമെന്നാണ് കർത്താവ് നമ്മോട് ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിനോട് കൂടെയുള്ള ജീവിതം എത്ര ആനന്ദകരമാണെന്ന് അറിയാമോ? എത്ര സന്തോഷകരമാണെന്ന് അറിയാമോ? ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയ്ക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. അങ്ങനെയാ കർത്താവ് നമ്മോട് പറയുന്നത്. നിങ്ങളെ എത്രയധികമായി ഞാൻ നിങ്ങളെ പരിപാലിക്കും. എന്റെ രാജ്യവും എന്റെ നീതിയും അന്വേഷിച്ച് എന്റെ അടുക്കൽ വരുന്ന ഒരാൾ പോലും പരാജയപ്പെട്ടു പോകില്ല. പ്രിയമുള്ളവരെ, യേശു കർത്താവ് അതിനുവേണ്ടിയാണ് നമ്മോട് ഇങ്ങനെ പറഞ്ഞത്. ആകയാൽ എന്തു തിന്നുമെന്നും എന്തു ഉടുക്കുമെന്നും എന്തു കുടിക്കുമെന്നും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഭക്ഷണത്തെക്കുറിച്ചല്ല വിചാരം വേണ്ടത്. വിചാരം വേണ്ടത് ഈ വകയൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, മറ്റെല്ലാം കൂട്ടിച്ചേർത്ത് തരും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം കർത്താവ് പറയാണ്, രാജ്യവും നീതിയും. സ്വർഗരാജ്യം എന്ന ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനവുമാണ്. നമുക്ക് അവന്റെ അടുക്കൽ ഒന്ന് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കാമോ?
മക്കളെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ മാതാപിതാക്കളെക്കുറിച്ചോ കടഭാരങ്ങളെക്കുറിച്ചോ രോഗങ്ങളെക്കുറിച്ചോ ലോകത്തിലുള്ള പ്രവൃത്തികളെ ഒന്നിനും നമ്മൾ ആകുലപ്പെട്ട് വിചാരപ്പെട്ട് വേദനിച്ച് വിഷമിച്ച് നമ്മുടെ ഭവനത്തിന്റെ അല്ലെങ്കിൽ വീടിന്റെ ജപ്തിയായി എനിക്കൊരു സ്വന്തമായി ഒരു ഭവനമില്ല എങ്ങനെ നമ്മളെ പല വിധത്തിലാണ് ഭാരപ്പെടുന്നത്. ഇതെല്ലാം യേശുവിന്റെ കരങ്ങളിൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് കർത്താവ് പറയാണ്, നിങ്ങൾ ഇതിനെയൊക്കെ ഒന്ന് ഓർത്ത് ഭാരപ്പെടേണ്ടത്. അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് അവന്റെ കൂടെ ഒന്ന് പോകാമോ? ഒന്ന് പ്രാർത്ഥിക്കാമോ? ഹൃദയം തുറന്ന് ഒന്ന് ആരാധിക്കാമോ? യേശുവേ, ഇതാ എന്നെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നീ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്, നീ എന്നിൽ പ്രവർത്തിക്കണം. ഇങ്ങനെ നമ്മളൊന്ന് പ്രാർത്ഥിച്ചാണല്ലോ. ഇന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറും, ദൈവം മാറ്റും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.